ഗാസയിൽ നിലവിൽ സമാധാനം പുലരുമ്പോൾ യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവന ലോകരാഷ്ട്രങ്ങളെ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. ഇസ്രയേലും ഹമാസുമായി ധാരണയിലെത്തി വെടിനിർത്തൽ വരെ നടപ്പിലായിരിക്കുന്ന പശ്ചാത്തലത്തിൽ യാതൊരു പ്രകോപനവും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ഗാസ ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന വിവാദമാകുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ നിർദ്ദേശം പൂർണ്ണമായും തള്ളി ഹമാസ് രംഗത്തെത്തി. പലസ്തീനികളെ ഗാസയിൽ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഹമാസ് നിരസിച്ചു. ട്രംപിന്റെ ഈ പദ്ധതിയെ വംശീയത എന്നും പലസ്തീൻ ലക്ഷ്യത്തെ ഉന്മൂലനം ചെയ്യാനുള്ള നഗ്നമായ ശ്രമമെന്നുമാണ് ഹമാസ് നേതാവായ ഇസ്നത് അൽ റിഷക് വിമർശിച്ചത്. ട്രംപിന്റെ പദ്ധതി പലസ്തീനികളുടെ സ്ഥാപിതമായ ദേശീയ അവകാശങ്ങൾ നിഷേധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 15 മാസത്തിലേറെയായി തുടർച്ചയായ ബോംബ് ആക്രമണത്തെ അതിജീവിച്ചവരാണ് ഗാസയിലെ പലസ്തീൻ ജനത. അവരെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയും പലസ്തീനിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നും ഇസ്ലത്ത് വ്യക്തമാക്കി. പലസ്തീനികളെ കുടിയിറക്കാനുള്ള ശ്രമത്തെ ആദ്യം നിരസിച്ചത് തുർക്കിയും ഈജിപ്തുമാണ്. തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനും ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ലാറ്റിയും തമ്മിൽ തുർക്കിയിലെ അങ്കാറയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നടപടിയും അംഗീകരിക്കാനാകില്ല എന്ന് അവർ വ്യക്തമാക്കി. ഇത് സംഘർഷം രൂക്ഷമാക്കുമെന്നും സമാധാന ശ്രമങ്ങളെ അപകടത്തിലാക്കുമെന്നുമാണ് ഇവർ മുന്നറിയിപ്പ് നൽകിയത്. പ്രധാന അമേരിക്കൻ സഖ്യകക്ഷിയായ സൗദി അറേബ്യയും ട്രംപിന്റെ നിർദ്ദേശം ശക്തമായി നിരസിച്ചു. ഗാസയിലെ ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്ന ആശയം പലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങളുടെ മേലുള്ള ലംഘനമാണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ല എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഈ പശ്ചാത്തലത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള പിന്തുണ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ഭാവിയിൽ ഗാസയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളെക്കുറിച്ചും കൂടുതൽ അഭിപ്രായം പറയില്ലെന്നും അവർ പറയുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിനാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള 15 മാസത്തെ സംഘർഷത്തെ തുടർന്ന് തകർന്ന ഗാസയെ പുനർനവീകരിക്കാനായി അമേരിക്ക ഏറ്റെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ഗാസയെ മിഡിൽ ഈസ്റ്റിന്റെ പുത്തൻ നഗരമാക്കി മാറ്റുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. പ്രദേശം വൃത്തിയാക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും തൊഴിലവസരങ്ങളും പാർപ്പിടങ്ങളും സൃഷ്ടിക്കാനുമുള്ള അമേരിക്കയുടെ പദ്ധതിയെ അദ്ദേഹം വിശദീകരിച്ചു. ഗാസയ്ക്ക് പുറത്ത് പലസ്തീനികളെ സ്ഥിരമായി പുനരധിവസിപ്പിക്കണമെന്ന തന്റെ മുൻ ആഹ്വാനവും ട്രംപ് ആവർത്തിച്ചറിയിച്ചു. പലസ്തീൻ പൗരന്മാർ ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ പോകണമെന്ന തന്റെ മുൻ പ്രസ്താവനയെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഈ പ്രസ്താവനയിലൂടെ ട്രംപ്. ഗാസയുടെ പുനരധിവാസം നടപ്പിലാക്കേണ്ടത് ഇവിടെ ജീവിച്ചു മരിച്ചവരും യുദ്ധം ചെയ്തവരല്ലെന്നും ട്രംപ് പറയുന്നു. അതേസമയം ട്രംപിന്റെ തീരുമാനം തീർച്ചയായും ചിന്തിക്കേണ്ടതാണെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്.